നമുക്ക് പഴയ റൂള് പോലെ 20-30-50 എന്ന് പറഞ്ഞാൽ അങ്ങനെ റൂളിലേക്കൊന്നും ഇപ്പോൾ പോസിബിൾ അല്ല. ഒരാളെ സംബന്ധിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത് അയാളുടെ എസെൻഷ്യലിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിങ്സിനനുസരിച്ച് സ്പെൻഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. സാറിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച മണി മാനേജ്മെൻറ്റ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഗതി പേഴ്സണൽ ബഡ്ജറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എത്രയോ ആൾക്കാരിൽ നിന്ന് കേട്ടിട്ടുള്ളത്, ബിസിനസ് ആയാലും വ്യക്തിപരമായാലും അവർ കേട്ടിട്ടുള്ളൊരു സംഗതിയാണ്. അവർ ഇൻകം കൂടുന്നതിനനുസരിച്ച് സ്പെൻഡിങ് കൂടി പോവാണ്. അല്ലെ അന്നും എൻ്റെ കയ്യിലൊന്നും അവശേഷിക്കുന്നില്ല, ഇന്നും എൻ്റെ കയ്യിലൊന്നും ബാക്കിയില്ല, ഞാൻ 1 lakh വാങ്ങിയപ്പോഴും 2 lakh വാങ്ങിയപ്പോഴും എൻ്റെ കയ്യിലുള്ള ബാലൻസ് ഒരേതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിങ്സിനനുസരിച്ച് സ്പെൻഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നേരെ മറിച്ച് കൃത്യമായി നമുക്കൊരു ബൈഫക്കേഷൻ വെക്കാൻ പറ്റിയാൽ എൻ്റെ പേഴ്സണൽ റിക്വയർമെൻറ്റ് എനിക്ക് ഇത്ര വേണം, ഇത്ര ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് മാറ്റും, ഇത്ര ഞാൻ എൻ്റെ സേവിങ്സിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഇത്ര ഞാൻ ഇൻഷുറൻസിലേക്ക് എന്നിങ്ങനെ എനിക്കൊരു ബേസിക് പ്ലാൻ ഉണ്ട് എങ്കിൽ അതിൽ നിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇൻകം വരുന്നതിനനുസരിച്ച് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു കൺട്രോൾ ഇല്ലാതെ ഓക്കെ ഈ മാസത്തെ എൻ്റെ ലിമിറ്റായി, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നൊന്നും നോക്കാതെ പോകുന്ന ഒരു രീതിയാണ് വ്യക്തി ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് കണ്ടിട്ടുള്ളൊരു സംഗതി. സർ, ഞാൻ അതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരാളുടെ വ്യക്തിപരമായ ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ആൻസർ എനിക്ക് പറയാനുള്ളത്. നമുക്ക് പഴയ റൂള് പോലെ 20-30-50 എന്ന് പറഞ്ഞാൽ അങ്ങനെ റൂളിലേക്കൊന്നും ഇപ്പോൾ പോസിബിൾ അല്ല. അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പേഴ്സൺ ടു പേഴ്സൺ അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈലിന് ഏറ്റവും റിക്വയർഡ് ആയിട്ടുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഭാഗം കണക്കാക്കണം. ഇപ്പോൾ മുമ്പാണെങ്കിൽ നമ്മൾ റൂളൊക്കെ പറയുന്ന സമയത്ത് പറയും എസെൻഷ്യൽ എന്ന് പറയുന്നത് വീടാണ്, ഫുഡാണ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഫുഡും വീടും മാത്രമല്ല, ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത് അയാളുടെ എസെൻഷ്യലിൻ്റെ ഭാഗമാണ്. മൊബൈൽ ഫോണും അത് റീചാർജും അയാളുടെ എസെൻഷ്യലിൻ്റെ ഭാഗമാണ്. കാരണം കാലം മാറി. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് എസെൻഷ്യൽ ആവുന്നതിന് എത്ര എസെൻഷ്യൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ എത്ര വേണമെന്ന് കണക്കാക്കുകയും ബാക്കിയുള്ള എമൗണ്ടിന് അയാളൊരു ബൈഫക്കേഷൻ കീപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത്ര എമൗണ്ടിലേക്ക് ഞാൻ എൻ്റെ യാത്രകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കണക്കാക്കുക എന്നുള്ളത്. അപ്പോൾ റീഇൻവെസ്റ്റ്മെൻറ്റൊക്കെ എനിക്ക് തോന്നുന്ന ആൾക്കാരിൽ വളരെ കുറഞ്ഞൊരു സംഗതിയാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുക്കുന്നതിന് പകരം ഓക്കെ ആ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ തന്നെ പല വേർട്ടിക്കൽസിലേക്ക് മാറ്റുക പോലുള്ള സംഗതികൾ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ നല്ല രീതിയിൽ അതിനെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.